ചാനലിലേക്ക് സ്വാഗതം. ജോസ് മോസിസ് കിച്ചൺ. ഇനി ഞാൻ റെഡി ആക്കണത് നമ്മുടെ ടൈഗർ പ്രോൺസ്. ടൈഗർ പ്രോൺസിനെ നാടൻ മസാലയൊക്കെ ഇട്ട് അതിൻ്റെതായ ചെറിയ കൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഇട്ട് ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ച് അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഗ്രില്ല് ചെയ്യും. ഇങ്ങനെ ഉണ്ടാവും, അടിപൊളിയാവില്ലേ? ഇപ്പൊ നോക്കിയാലോ നമുക്ക് വീഡിയോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. നമുക്കിങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ കറുത്ത ആവശ്യ സാധനം അത് എടുത്ത് കളയാം കേട്ടോ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു വെയിൻ ഉണ്ടെങ്കിൽ അതോടും എടുത്ത് കളയാം കേട്ടോ. നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ചൊറുക്ക, നാരങ്ങനീര്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾ, കുരുമുളക് പൊടി, കടുകിൻ്റെ പൊടി, നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അടിച്ചെടുത്ത പേസ്റ്റ് കേട്ടോ, നാരങ്ങനീര്, തേങ്ങാപ്പാൽ, കുറച്ചുപ്പ്, ചെണ്ണ. നമുക്കത് യോജിപ്പിക്കാം കേട്ടോ. നമ്മുടെ 3 സാധനം റെഡി ആയിട്ടില്ല. ഫസ്റ്റ് മാരിനേഷൻ, സെക്കൻഡ് മാരിനേഷൻ, നമ്മുടെ പ്രോൺസ്. ഇനി നമുക്ക് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രോൺസിനെ ഫസ്റ്റ് മാരിനേഷനിലേക്ക് ഇടാം കേട്ടോ. നമുക്ക് ഈ പ്രോൺസ് വെറും 5 സെക്കൻഡ് ആ മാരിനേഷനിൽ വെച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കണ്ടാവും, എന്തിനാ ഈ മാരിനേഷനിൽ, ഈ ആദ്യത്തെ മാരിനേഷനിൽ ഞാൻ ഇട്ട് ഇങ്ങനെ വെക്കണേന്നില്ലേ? അതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ആ മീനൊരു പറയാം, നമ്മൾ നാട്ടിലൊക്കെ ഒരു ഉളുപ്പും മണ്ണെന്നൊക്കെ പറയില്ലേ, അതിനൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണേ. നോക്കി ആ മാരിനേഷൻ ടൈം ഒരു കളർ ചേഞ്ചിങ് കണ്ടു. സെക്കൻഡ് മാരിനേഷൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ, അത് മീനിൻ്റെ ഉള്ളിലേക്ക് കണ്ട് പറ്റി കൊടുക്കാം കേട്ടോ. നമുക്കത് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതേപോലെ ഒരു പാൻ എടുക്കാം കേട്ടോ, അത് ഗ്രില്ല് ചെയ്യാനായിട്ട്. പാൻ ചൂടായി നമുക്ക് ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് ചേർക്കാം കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മുടെ പ്രോൺസ് ഇങ്ങനെ വെച്ചാൽ ഗ്രില്ല് ചെയ്യാനായിട്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു ബാർബിക്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോൺസ് ബാർബിക്യൂ കേട്ടോ, അതും കിടലിനായിരിക്കും. നമുക്ക് അതിൻ്റെ ചൂട് ഹൈ ഹീറ്റിലേക്ക് ആക്കാം കേട്ടോ. ഓക്കെ, നന്നായിട്ടാണ് മുരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറും ചേഞ്ച് ആയി വരുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ നിന്ന് നല്ല സ്മെല്ലുണ്ടല്ലോ, വെയിൽ ടെംപ്റ്റിംഗ് ഉണ്ടോ? വയറ് വെള്ളമുണ്ടോ?
ഇത് കാണുമ്പോ നമുക്കത് മറക്കില്ലാട്ടോ. അതെ, ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് ഈ സമയത്ത്. നമ്മൾ ഈ പ്രോൺസ് ഗ്രില്ല് ചെയ്യുമ്പോൾ അധികം നേരം ഒന്നും ഗ്രില്ല് ചെയ്യണ്ട കേട്ടോ. ഒരു 3-4 മിനിറ്റ് മതി ഈ സാധനം കുക്കാവാനായിട്ട്. ഓവർ കുക്ക് ആവേണ്ട കാര്യമില്ല, റബ്ബറായി പോകും. ഇങ്ങനെ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കതിൻ്റെ മുകളിലേക്ക് ഒരു ബട്ടറിന് ഇട്ടു കേട്ടോ. ചെറുതായിട്ടൊരു മുരുമുരിപ്പും കളറൊക്കെ നോക്കി. നമുക്കിനി അത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ ആ പ്രോൺസ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നമുക്ക് അതിന്റെ മുകളിലേക്ക് ഇച്ചിരി ലൈം ജ്യൂസ് ആണ് ഒഴിക്കാം. നമുക്ക് ഈ ഫോർക്കൊന്നും സെറ്റ് ആവില്ലാന്നേ. നമുക്ക് കൈ കൊണ്ട് തിന്നാൽ മതി, ഫോർക്കൊന്നും വേണ്ട. കൈ കൊണ്ട് തന്നെ നമുക്ക് തിന്നാണ് അതിൻ്റെതായ രുചി. ഓക്കെ, നല്ല സോഫ്റ്റ് ആണ്. അത് നേരെ കുക്ക് ചെയ്ത് കേട്ടോ. ഞാൻ പറഞ്ഞു 2-3 മിനിറ്റ് നമ്മുടെ സൈസിനനുസരിച്ച് ഒന്നാട് നീക്കാൻ മതി. അതാണ് ടേസ്റ്റ്. നമ്മൾ ആ മുക്കി വെച്ചോണ്ട് ഫസ്റ്റ് മറ്റേ മുക്കി ആ ഒരു ഫിഷി ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഉളുപ്പുമണം എന്ന് പറയില്ല നമ്മള്, ഉളുപ്പുമണം അതങ്ങോട്ട് പോയി കിട്ടിയിട്ടുണ്ട്. പിന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കിട്ടുമായില്ല അപ്പൊ എങ്ങനെ തരണ്ടേ ആസ്വദിച്ച് ആസ്വദിച്ചിരുന്നു. ആസ്വദിച്ചിരുന്നു മറക്കല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചെന്നൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് വെറുതെ നോക്കി. അപ്പൊ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വെറുതെ കണ്ടുകൊണ്ടിരിക്കല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത്. അങ്ങനെ ഒരു ഇതുണ്ട്, ഒന്ന് നോക്കിയേ, നല്ലതാണ് കേട്ടോ. ഒന്ന് പറഞ്ഞൊന്ന് ഷെയർ ചെയ്ത്. നമ്മുടെ നോളജ് ബാക്കിയുള്ളവർ കൊടുക്കുമ്പോഴല്ലേ അതിങ്ങനെ വികസിച്ചു പോകുള്ളൂ. ഞാൻ തരുന്നു, നിങ്ങൾ ആ ബാക്കിയുള്ളവർ കൊടുക്കണം. എങ്ങനെയാ? അപ്പൊ നമ്മൾ തമ്മിലൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി എടുക്കല്ലേ നമ്മള്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്തേക്കണേ.